ഹലോ ഡിയേഴ്സ്, നിങ്ങൾ പ്ലസ് ടു സേ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ഓരോ സബ്ജക്റ്റിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ആദ്യം ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ കെമിസ്ട്രി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. സോ ഏതൊക്കെ ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, അതിനകത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കണമെന്നാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാം. കാരണം നോക്കൂ, നിങ്ങൾ 9 ചാപ്റ്ററാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കാരണം അതിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് അതിനകത്ത് ഹെൻറീസ് ലോ, ഐഡിയൽ, നോൺ ഐഡിയൽ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെ വളരെ വാൻഡ് ഓഫ് ഫാക്ടറി, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മാത്രമല്ല നമുക്ക് മറന്നു പോകില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സൊല്യൂഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഇനി ഏത് ചാപ്റ്റർ അടുത്ത് പഠിക്കണം നമുക്ക് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ, ഇത് കഴിഞ്ഞ വർഷം നിങ്ങളെ പോലെ തന്നെ പ്ലസ് ടു ഒക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം നോക്കൂ, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ വർഷം ഫെയിലായി സേ എഴുതാൻ വന്ന ഒരു സ്റ്റുഡന്റിന്റെ സേ എഴുതിയതിനു ശേഷമുള്ള മാർക്ക് ലിസ്റ്റ് ആണ്. അപ്പം അവരുടെ പ്ലസ് വണ്ണിലെ മാർക്ക് നിങ്ങൾ നോക്കുക, അതാ 8 മാർക്കാണ് ഫിസിക്സിൽ. അവർക്ക് ഫിസിക്സും എഴുതണമായിരുന്നു, കെമിസ്ട്രി എഴുതണമായിരുന്നു. അതും കുറഞ്ഞ ദിവസം സേ എക്സാമിനുള്ളപ്പോഴാണ് അവർ വരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട രീതിയിൽ വേണ്ടത് മാത്രം വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് റിവൈസ് ചെയ്യിപ്പിച്ചു, കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ടൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ അവർക്ക് പ്ലസ് വണ്ണിൽ 8 മാർക്കാണ് നോക്കണം. 10 മാർക്ക് വേണമായിരുന്നു. പ്ലസ് ടുവിൽ അവർക്ക് 5ഓ 7ഓ കണ്ടായിരുന്നു ആ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇഒ ഡിഒ അങ്ങനെ ലോ കാറ്റഗറി അതിനകത്ത് ഗ്രേഡ്. അപ്പം പ്ലസ് ടുവിലെ 18 മാർക്കും വേണം, പ്ലസ് വണ്ണിലെ 10 മാർക്കും വേണം, 28 മാർക്ക് വേണമായിരുന്നു. അത് തന്നെ കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണമായിരുന്നു. അങ്ങനെ അവരെ ആ ഒരു കുറഞ്ഞ സമയത്തെ ക്ലാസ് കൊണ്ട് അവർക്ക് 28 മാർക്ക് അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത്. അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ കഥകളാക്കിയിട്ടും ഫിസിക്സ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ട്രിക്കുകളാക്കിയിട്ടും ഫിസിക്സ് ഒക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേണ്ടത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെ അവരെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു 28 എന്നുള്ള സ്കോറിലോട്ട് അവരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. നോക്കൂ, പിന്നീട് അതുപോലെ തന്നെ അതിനകത്ത് അങ്ങനെ 28 പഠിച്ചു. കെമിസ്ട്രിയിൽ അവർക്ക് പ്ലസ് വണ്ണിൽ 18 ഉണ്ടായിരുന്നു, പക്ഷെ പ്ലസ് ടുവിൽ അവർക്ക് 18 വേണമായിരുന്നു. അപ്പം നമ്മൾ അതിനകത്ത് 18 അല്ല 28 അല്ല, പ്ലസ് ടുവിൽ 18 മതിയായിരുന്നു, പക്ഷെ അവർക്ക് 29 മാർക്ക് കിട്ടി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർ അത്ര സീരിയസ് ആയി പഠിക്കുന്ന ഒരു ടൈപ്പും ആയിരുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് സമയമുള്ള ക്ലാസ്സുകൾ അവർ കേൾക്കും. പിന്നെ അതിനകത്ത് പിന്നീട് ഞാൻ എത്ര മണിക്കൂർ അവർ പഠിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ 1ഓ 2ഓ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. അല്ലായിരുന്നെങ്കിൽ അവർക്ക് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ A+ വരെ നേടാം, അല്ലെങ്കിൽ A നേടാവുന്ന ഒരു ലെവലിലേക്കെങ്കിലും എത്താമെന്നുള്ളത്. അങ്ങനെ അവർ നേടി എന്നുള്ളതാണ്. ഓർഗാനിക് ഒക്കെ നമ്മൾ അതിനകത്ത് കഥകളാക്കിയിട്ടൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത്തരത്തിലും നിങ്ങൾ അത്തരത്തിലെ ക്ലാസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് എന്ന് പറയുമ്പം കുറേ ബാച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് PDF-ഉം റെക്കോർഡർ ക്ലാസ്സും ആ രീതിയിലുള്ള ക്ലാസ്സുകളല്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളാണ് മാക്സിമം അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ടാവുക. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു നമ്പറിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്രീ ലൈവ് ക്ലാസ് കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. സോ അതൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 77 36 70 70 45. അപ്പം ഒന്നുകൂടി നോക്കുക, 7736 707045. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ലൈവ് ക്ലാസ് കിട്ടുന്നതിനുള്ള ഒരു അവസരം, അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ നമ്മുടെ ആ ഒരു ഇതിലോട്ട് പോകുമ്പോൾ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇനി കെമിക്കൽ കൈനറ്റിക്സ് അതിനകത്ത് 8 മാർക്കിനാണ്. വളരെ സിമ്പിളാണ്. അതിനകത്ത് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും പിന്നെ അറീനിയസ് അങ്ങനെയൊക്കെ അതിനകത്ത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഒക്കെ അതിനകത്ത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഡിഗ്രി ഓർഡർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സോ അതിൻ്റെ മോളിക്കുലാരിറ്റി കാര്യങ്ങൾ അതിലോട്ട് പോകുമ്പോൾ കൈനറ്റിക്സ് നമ്മൾ പറഞ്ഞു എളുപ്പമാണ്, കാരണം ചെറിയ ചാപ്റ്റർ 8 മാർക്കുണ്ട്. ഇനി D&F വളരെ സിമ്പിളാണ്. അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിച്ചിട്ട് അതിനകത്ത് 6 മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു 6 മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് എളുപ്പം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അമീൻസ്, അതും ഞാൻ അതിനകത്ത് സ്ഥിരമായിട്ട് പഠിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ അമീൻസ് ചാപ്റ്റർ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ നോക്കൂ. നിങ്ങൾ അതിനകത്ത് 5 മാർക്കാണ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്. കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനകത്ത് 5 മാർക്ക് കിട്ടാൻ സാധിക്കും. പിന്നെ ബയോമോളിക്യൂൾ, അതിനകത്ത് ട്രിക്കുകളും കോഡുകളൊക്കെ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ കേൾക്കുമ്പോൾ വലിയ ചാപ്റ്ററും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് ഫ്യുവൽ സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എളുപ്പം പഠിക്കാവുന്ന കുറച്ച് തിയറി സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം പഠിപ്പിക്കുക എളുപ്പമുള്ളത് മാത്രമാണ്. പിന്നെയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും എളുപ്പമുള്ളത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഡിഫിക്കൽട്ടിലോട്ടൊക്കെ പോവുക, അതിൻ്റെ ടൈം ഉണ്ടെങ്കിൽ അതനുസരിച്ച്.
ആൽക്കോൾ ഫിനോൾ ഇതൊക്കെ നമുക്ക് ഫുൾ കോഡുകളാണ്, കഥകളാക്കിയിട്ടായിരുന്നു ഞാൻ അവരെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിനകത്ത് 9 മാർക്ക്, ഓർഗാനിക് ബുദ്ധിമുട്ടാണെങ്കിലേ അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്, അതിനകത്ത് വലിയ ചാപ്റ്റർ ആണെങ്കിലും അതിനകത്ത് VB തിയറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് എളുപ്പമുള്ള സംഭവങ്ങളുണ്ട്, അത് പ്രത്യേകം നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോർഡിനേഷൻ ഞാൻ വെയിറ്റേജ് കൂടുതലുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് ബാക്കിലോട്ട് ആക്കിയതേ, അതിനകത്ത് ഇപ്പം ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, നെയിമിങ് അങ്ങനെയൊക്കെ. പക്ഷെ VB തിയറി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ അത് നമ്മൾ പ്രത്യേകം എന്തായാലും പഠിപ്പിക്കും VB തിയറി. പിന്നെ അതിനകത്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ആ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പിന്നെ ചെറിയ തിയറി ഉണ്ട് അതിനകത്ത്. പിന്നെ ഹാലോ ആൽക്കീൻസ് അതിനകത്ത് SN1 SN2 എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പഠിക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ഹാലോ ആൽക്കീൻസ് കാര്യങ്ങൾ അതിനകത്ത് 7 മാർക്കാണ്. പിന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, അപ്പോൾ അത് ഫെലിങ്സ് സൊല്യൂഷന്, ദെൻ അതുപോലെ തന്നെ അത് വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ അതിനകത്ത് HVZ റിയാക്ഷൻ, ആസിഡിന്റെ ചാപ്റ്റർ റിയാക്ഷൻസ്, അതുപോലെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സംഭവങ്ങൾ ഉണ്ടാവും, ഫെലിംഗ് സൊല്യൂഷന് കാര്യങ്ങൾ ആ രീതിയിൽ. അപ്പോൾ അതുപോലെ ആൽഡിഹൈഡ് കീറ്റോണുകൾ എങ്ങനെ തിരിച്ചറിയും, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കും നിങ്ങളെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ആ ഒരു നമ്പർ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അതാണ്, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സൊക്കെ, മറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോകളായിട്ട് നമുക്ക് വരാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.